വിങ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമ്മുടെ ചാനലിൽ ആകെ അൺബോക്സ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഗ്ലൈഡ് എന്ന് പറഞ്ഞൊരു നെക്ക് ബാൻഡാണ്. അതിനുശേഷം കുറേ കൂട്ടുകാർ എന്നോട് എൻക്വയറീസ് ചോദിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഫാൻറ്റം 250 സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ആയിട്ടുള്ള 899 രൂപയ്ക്കാണ് ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗെയിമിംഗ് ഇയർബഡ് നമ്മൾ 899 രൂപയ്ക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകളെന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യக்கூடாது. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബോക്സ് നമ്മൾ ആദ്യം നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് വിങ്സിന്റെ ലോഗോയും കൂടാതെ ഫാൻറ്റം 250 ഗെയിമിംഗ് ഇയർബഡ് എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫോട്ടോയും കാണാം. അതുപോലെ തന്നെ പിറകിൽ നോക്കുവാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട്, ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ജൂൺ 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് 2999 രൂപയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 899 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് നമുക്ക് ഇപ്പോഴും കാണുന്നത്. എനിക്കറിയത്തില്ല ഇനി അത് 1000 അല്ലെങ്കിൽ 1500 പോകുന്നുള്ളത്. എന്തായാലും ഇപ്പോൾ നമുക്കിത് 899 രൂപയ്ക്ക് കാണാം. മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും ഒരു വർഷം നമുക്കിതിന് വാറണ്ടി ഉണ്ട്. അപ്പോൾ ഇനി ബോക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് നമുക്ക് ബോക്സ് ഒക്കെ കാണുന്നത്. റാപ്പൊക്കെ ചെയ്തിട്ട് കണ്ട ഒരു പ്ലാസ്റ്റിക് റാപ്പും അതിൻ്റെ മേലായിട്ട് മറ്റൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ വന്നിട്ട് ബോക്സ് ഇപ്പോൾ പൊതുവെ ഏതൊരു പ്രോഡക്റ്റിലാണെങ്കിലും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് കാണുന്നത്. ഇനി ബോക്സ് അവിടെ ചൈനയിൽ ചീപ്പ് റേറ്റിന് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കുറേയധികം സ്റ്റിക്കേഴ്സ് എന്തായാലും ഉണ്ട്. അപ്പോൾ അതെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർബഡ് ഇവിടെ ഇരിപ്പുണ്ട്. കൂടാതെ ഒരു എക്സ്ട്രാ ആക്സസറീസ് പാക്കിനകത്ത് ഉറപ്പായിട്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു ടൈപ്പ് സി കേബിളും അതേപോലെ തന്നെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളുമാണ്, ലാർജും സ്മോളും. കൂടാതെ ഒരു യൂസർ ഗൈഡ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വാറണ്ടി രജിസ്ട്രേഷൻ കാർഡ് ഉണ്ട്. ഒന്നെങ്കിൽ ഈ ഒരു QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ wings.lifestyle.in/page/warranty എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാറണ്ടി രജിസ്റ്റർ ചെയ്യാം. എന്തായാലും അവർ പുഷ് ചെയ്യുന്നുണ്ട് നമ്മളെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പ്രോഡക്റ്റ് വാറണ്ടി രജിസ്റ്റർ ചെയ്യുന്ന കുറച്ച് നല്ലതായിരിക്കും. കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ക്ലെയിം ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും അവർ പറയുന്നത് നിങ്ങൾ അന്ന് വാറണ്ടി രജിസ്റ്റർ ചെയ്യില്ലല്ലോ, അതുകൊണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ വരാണ്ടിരിക്കാൻ നേരെ അങ്ങോട്ട് പോയിട്ട് വാറണ്ടി ക്ലെയിം ചെയ്യുക. എന്തായാലും പ്രോഡക്റ്റ് അടിപൊളി തന്നെയാണ്. ആ ഒരു കേസ് ഒരു ഗ്ലോസി ഫിനിഷ്ഡ് കേസോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഇയർബഡുകൾ കാണാൻ സാധിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഡിസൈൻ്റെ കാര്യത്തിൽ കോമ്പാക്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പാക്റ്റ് തന്നെയാണ്, പക്ഷേ ഒരു ചെറിയൊരു ബൾക്കി ഫീൽ ഉണ്ട് ഇപ്പോൾ ഉള്ള നമ്മുടെ പൊതുവെ ഉള്ള മറ്റുള്ള ഇയർബഡോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. എന്ന് പറഞ്ഞിട്ട് ഗെയിമിംഗ് ഇയർബഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇത് ബൾക്കി ഫീൽ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിംഗ് ആകുമ്പോഴത്തേക്ക് കുറച്ച് ബൾക്കി ആയിട്ടൊക്കെ തന്നെയാണ് കേസ് കാണാൻ പറ്റുന്നത്. പക്ഷേ സ്ക്രാച്ച് ആയി പോകാനായിട്ട് പെട്ടെന്ന് ചാൻസ് കൂടുതലുണ്ട് ഈ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ആയതുകൊണ്ട് തന്നെ. എന്നാൽ ഏറ്റവും അടിയിലായിട്ട് നമുക്കൊരു മാറ്റ് ഫിനിഷ്ഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് സ്ക്രാച്ച് ഒന്നും ആവത്തില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലും അവിടെ അങ്ങോട്ട് പതിയും. പൊതുവെ ഗ്ലോസിയിലൊക്കെ അങ്ങനെ തന്നെയാണ്. എന്തായാലും മുന്നിൽ വിങ്സിന്റെ ലോഗോയും കൂടാതെ 2 LED ഇൻഡിക്കേറ്ററും കാണാം. അതേപോലെ തന്നെ സൈഡിലായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. എന്തായാലും ഓവർവ്യൂവിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള ഗെയിമിംഗ് ഇയർബഡുകൾ വെച്ചിട്ട് കുറച്ച് ഡിസൈൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ലൈറ്റ് അലൈൻമെന്റ് ഒക്കെ തന്നെ നല്ല രസമുണ്ട് ഇതിൽ കാണാനായിട്ട്. കുറച്ച് ഡീസന്റ് ലുക്കാണ്. ഇനി കേസിനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. പക്ഷേ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി എന്ന് എവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ് ടു 30 hours ആണ് ഈ ഒരു കേസിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ പ്ലേ ടൈം. 1.5 മണിക്കൂർ വേണം 100% ചാർജ് ആകാനായിട്ട്. 250 മണിക്കൂർ നമുക്കിതിൽ സ്റ്റാൻഡ് ബൈ കിട്ടും. ഇനി ഇത് ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5V1A ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ. അതുകൊണ്ട് തന്നെ 10 വാട്ട്സിന്റെ 5V2A എന്ന് എഴുതിയിരിക്കുന്ന നമ്മൾ അഡാപ്റ്റർ കൊണ്ടുവച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കിത് കമ്പനി വാറണ്ടി ക്ലെയിം ചെയ്ത് തരത്തില്ല. 5V1 തന്നെ മാക്സിമം ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ചാർജ് ചെയ്യുക. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെറിയൊരു 5V1A 5 വാട്ട്സിന്റെ അഡാപ്റ്റർ വാങ്ങിച്ച് അതിൽ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർബഡുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇയർബഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. ഇവിടെയും ആ ഒരു ലൈറ്റ് അലൈൻമെന്റ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. ഏറ്റവും മുകളിലായിട്ടാണ് പൊതുവെ ഗെയിമിംഗ് ഇയർബഡുകളിൽ കാണുന്നത് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹൈലൈറ്റ് ആയിട്ട് ലൈറ്റ് കൊടുത്തേക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ഗെയിമിംഗ് ഇയർബഡ് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ലൈറ്റ് അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ വിങ്സിന്റെ ലോഗോ ഇവിടെ കാണാം. ആ ഒരു ഭാഗത്താണ് ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് മൈക്കും അതും ഇതൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത്.
കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ഡിസൈനോട് കൂടിയിട്ടാണ് രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. 13mm ഡ്രൈവേഴ്സ് ആണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ചാർജിൽ നമുക്ക് 6 hours പ്ലേ ടൈം ലഭ്യമാകുന്ന ഇവരുടെ യൂസർ മാനുവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫ്ലിപ്കാർട്ടിൽ കണ്ടത് 8 hours ആണ്. അപ്പോൾ ഏതാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ഉപയോഗിച്ചത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് 6 അല്ല, ഒരു 8 hours വരെ അത് കിട്ടും കേട്ടോ. ഒരു 50% നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ വേണം ഇയർബഡുകൾ 100% ചാർജ് ആകാനായിട്ട്. ഇനി നമ്മുടെ ടച്ച് സെൻസേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത്യാവശ്യം സെൻസിറ്റീവ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഭയങ്കര സെൻസിറ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ടാപ്പ് ചെയ്തില്ലെങ്കിൽ അത് കറക്റ്റ് അങ്ങോട്ട് ആ ഒരു കൺട്രോൾ വർക്ക്ഔട്ട് ആവത്തില്ല. എന്തായാലും ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലുതിൽ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പ് ആവും, ഇടതിൽ ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആവും. കൂടാതെ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. കൂടാതെ കോൾ എടുക്കാനും കട്ട് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ വലുതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കാണ് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോവുക. അതുപോലെ തന്നെ നമ്മൾ ഇടതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ നമ്മൾ വലുതിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് 2 സെക്കൻഡ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് 40 ms ലോ ലേറ്റൻസി മോഡ് അതങ്ങോട്ട് ഓൺ ആവും. കൂടാതെ അതിൽ തന്നെ വീണ്ടും നമ്മൾ ചെയ്യുവാണെങ്കിൽ ഓഫ് ആവും. ഇടതിൽ നമ്മൾ 2 സെക്കൻഡ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കാണ് വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ സാധിക്കുന്ന ആ ഒരു ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ വീണ്ടും പറയുന്നത് നമ്മൾ നല്ല പ്രോപ്പർ ആയിട്ട് ടച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന കൺട്രോളിലേക്ക് പോകത്തില്ല. അതൊരു ചെറിയ ഡ്രോബാക്ക് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫാൻറ്റം 250 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത് ഇൻഡോറിനകത്ത്. എന്തായാലും ഇതിനകത്ത് നമുക്ക് സ്പോട്ട് മൈക്ക് വിത്ത് ENC കാണാൻ സാധിക്കുന്നത്. അതായത് ഓരോ ഇയർബഡുകളിലും 2 മൈക്ക് വീതം ഓരോ ഇയർബഡുകളിലും ഉണ്ടായിട്ടും ആ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇത് ഒരു കോൾ വിളിക്കുമ്പോഴത്തേക്ക് ഈ ഒരു മൈക്ക് ക്വാളിറ്റി മതിയെങ്കിൽ ഉറപ്പായിട്ട് ഇതിലേക്ക് പോകാം. അതല്ല നീ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് മതിയോ, എന്തായാലും അതിലൂടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.2 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രിസ്ലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. അത്യാവശ്യം എന്നുള്ളതല്ല, ഒരു ഷവറിംഗിൽ പോലും നമുക്കത് യൂസ് ചെയ്തുകൊണ്ടൊക്കെ പോവാം. അങ്ങനെ വലിയ IPX ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. 1 വർഷം വാറന്റി ഉണ്ട്. ഇതുവരെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ഒരു ഉദ്ദേശമാണെങ്കിൽ ദയവായി ഇനി അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്, ഇന്നലെ വൈകിട്ടാണ് ആക്ച്വലി ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ മുന്നേ ചെയ്തത്. എന്നാൽ അതിനുശേഷം ഉള്ളതൊക്കെ തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അടുത്ത ദിവസം. ഇന്നിപ്പോൾ സമയം എന്ന് പറയുന്നത് 2:11 ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് ഞാനിത് അൺബോക്സ് ചെയ്യുന്നത്. അത് മുതൽ ആക്ച്വലി എൻ്റെ ചെവിയിൽ ഇതുണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനൊരു ഒറ്റ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റുകളൊക്കെ തന്നെ വിൽക്കുന്നുണ്ട്. ഇത് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒരാൾക്ക് വിൽക്കുമ്പോഴത്തേക്ക് അത് പെർഫെക്റ്റ് അല്ലെങ്കിൽ അവർക്കത് നഷ്ടം വരും. അപ്പോൾ ആ ഒരു റീസണിനെ കൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ A to Z കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ചെക്ക് ചെയ്തത്. അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അതൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ അങ്ങോട്ട് ഞാൻ ഫുള്ള് പറയുന്നതാണ്. അതിന് മുന്നേ ആ ഒരു വെയറിംഗ് കംഫർട്ട് പറയുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. പാസീവ് നോയിസ് ക്യാൻസലേഷൻ തന്നെ നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. ഞാനൊരു 3-4 മണിക്കൂർ ഇന്നലെ രാത്രി ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ബാറ്റിൽ ഫീൽഡ് ഗ്രൗണ്ടിൻ്റെ ഒരു ഗെയിം പ്ലേ ഫുള്ള് ഞാൻ കളിച്ചത് ഈ ഒരു സംഭവം വെച്ചിട്ട് തന്നെയാണ്. ചിക്കൻ ഡിന്നർ അടിക്കുകയുണ്ടായി. എന്തായാലും ആ ഒരു സമയത്തൊന്നും എന്താ പറയുക ഭയങ്കര ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഗെയിമിംഗ് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് നല്ല പെർഫെക്റ്റ് തന്നെയാണ്. 40 ms ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. അവിടെയും വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഗെയിമേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകുന്നതിനും ഒരു കുഴപ്പമില്ല. ഞാനൊരു 60% ഗെയിം കളിച്ചത്. എന്നിട്ട് പോലും നമുക്ക് ബാറ്ററി ഒക്കെ നല്ല രീതിക്ക് അങ്ങോട്ട് നിപ്പുണ്ടായിരുന്നു. 4 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു 70 ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ഡ്രോപ്പ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ SBC കോഡക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡിസ്ട്രാക്ഷൻ സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ബേസ് കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. കൂടാതെ മോണോ ഔട്ട്പുട്ടാണ് കുറച്ചൊന്ന് ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ ആദ്യം ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ബോർ സൗണ്ട് കണക്ക് ഫീൽ ചെയ്യുന്നില്ല. അതായത് പ്രത്യേകിച്ച് മോണോ നല്ല രീതിക്ക് ഔട്ട്പുട്ട് ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് റീസെറ്റ് ചെയ്താൽ മതി. റീസെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് മൊബൈലിൽ നിന്ന് അൺപെയർ ചെയ്യുക. കൂടാതെ ഇയർബഡുകൾ അത് കേസിലേക്ക് വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് 5 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്കത് റീസെറ്റ് ആവുന്നതാണ്. അപ്പോൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മ്യൂസിക് ക്വാളിറ്റി ഇംപ്രൂവ് ആവും. അതിൽ വേറൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈമിൽ എനിക്ക് ആ ഒരു റീസെറ്റ് ചെയ്തതിന് ശേഷം കിട്ടിയ മ്യൂസിക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആണ്. 899 ഉറപ്പായിട്ടും മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. അത്രയും നല്ല ഒരു ക്വാളിറ്റി തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. എന്നാൽ എനിക്ക് കണ്ടൊരു ചെറിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മ്യൂസിക് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് പ്ലേ ആൻഡ് പോസ് ചെയ്യുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ
പോസ് ചെയ്യുവാണെങ്കിൽ പിന്നെ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് 100% അങ്ങ് വോളിയം ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് അങ്ങ് അപ്പാവും. അല്ലെങ്കിൽ വീണ്ടും അങ്ങോട്ട് നമ്മൾ 100% ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഒരു 10-20% അങ്ങോട്ട് ഡൗൺ ആവും. അതായത് ഭയങ്കര ലോയിലോട്ട് അങ്ങ് ഡൗൺ ആവും. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് ഇതുവരെയ്ക്കും അങ്ങോട്ട് മനസ്സിലായില്ല. വീണ്ടും നമ്മൾ പ്ലേയും പോസും ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയ ഡ്രോബാക്ക് തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മളൊരു 100% പാട്ട് ഇട്ടിട്ട് കേൾക്കുവാണെങ്കിൽ പ്ലേ ആൻഡ് പോസ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും അത് ആ ഒരു 100% അല്ലെങ്കിൽ 80% ആണെങ്കിൽ 80% കേൾക്കേണ്ട. അല്ലാണ്ട് ഒരിക്കലും ഈ ഒരു സംഭവം വരേണ്ട ആവശ്യമില്ല. കൂടാതെ നമ്മൾ ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് 50% മീഡിയയിൽ കൺട്രോൾ എങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വോളിയം ഫുള്ളാണ് നിങ്ങൾക്ക് ഇനി കൂട്ടാൻ പറ്റില്ല എന്നുള്ള ചെറിയൊരു ആ ഒരു വോയിസ് അസിസ്റ്റൻസ് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു അരോചകത്വം തന്നെയാണ്. അത് നമുക്ക് പൊതുവേ ബോട്ടിലൊക്കെ ഞാനിത് കണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ഭയങ്കര എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ തന്നെ ഭയങ്കര സംസാരമാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഡ്രോബാക്ക് തന്നെയായിട്ട് എനിക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് മ്യൂസിക് ക്വാളിറ്റി മതി, അല്ലെങ്കിൽ ബേസ് നല്ല ഡോമിനേറ്റഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കാൻ ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും 890 ഈ ഒരു വിങ്സിന്റെ ഫാൻറ്റം 250 പോകാം. കൂടാതെ ഗെയിമിങ്ങിൻ്റെ ഞാൻ വീണ്ടും പറയുന്നത് 40 ms ലോ ലേറ്റൻസി ഉള്ളതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. അതിനൊന്നും ഒരു സംശയമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട തന്നെ ആ ഒരു അൺബോക്സിങ് സമയത്ത് ചെയ്ത ആ വീഡിയോ എഡിറ്റ് ചെയ്തേക്കുന്നത് എൻ്റെ മൊബൈലിൽ VN എഡിറ്ററിൽ ഇയർഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇത് വെച്ചിട്ടാണ് ഗെയിം മോഡ് ഓഫ് ചെയ്തിട്ട്. സോ പെർഫെക്റ്റ് ആയിട്ട് ഗെയിം കളിക്കാനും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതല്ല ഗെയിം മോഡ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോ കാണുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല. ലേറ്റൻസിയുടെ കാര്യം പെർഫെക്റ്റ്, ഒരു 100-90 നമുക്ക് വേണമെങ്കിലും കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും 899 നമുക്കിത് വർത്ത് ബൈങ് ആണോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടച്ച് സെൻസേഴ്സിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു വോളിയം ഇതുപോലെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസും ഡിക്രീസും ആവുന്ന ആ ഒരു കാര്യത്തിൽ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡ്രോബാക്ക് ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോയിക്കോളൂ, നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആകത്തില്ല. ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു ഫാൻറ്റം 250 കുറിച്ച് പറയാൻ പറ്റുന്നത്. 900 രൂപയോ ഉള്ളെന്ന് വെച്ചിട്ടേ നമുക്ക് ചില സമയങ്ങളിൽ 990 രൂപ, അതായത് ഒരു 100 രൂപ കൂടി ഇട്ട് കഴിഞ്ഞാൽ നോയ്സിൻ്റെത് ഡിഫൈഡ് ഇതൊക്കെ തന്നെ പല പ്രോഡക്റ്റുകളും നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇത് 900 രൂപയ്ക്കും വർത്തല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ അതർവൈസ് നിങ്ങൾക്കൊരു ഗെയിമിംഗ് TWS വേണം, 900 രൂപയെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ ഡ്രോബാക്കുകളൊക്കെ ഓക്കെ ആണെങ്കിൽ ഇതിലേക്ക് പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഫാൻറ്റം 250 കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.